difference. Same thing, they will be doing their proper training. Maybe their pressure is more, our pressure is a little bit less. Okay. Now, if you see, I am holding the gun. I got my finger away from the trigger. Hey guys, so നമ്മുടെ ഗോവൻ സീരീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ ലാസ്റ്റ് ഡേ ആണ് കേട്ടോ റിസോർട്ടിലെ. നമ്മുടെ ലാസ്റ്റ് ഡേ ആണ്. നമ്മളിന്ന് ചെക്ക് ഔട്ട് ചെയ്യും ഈ റിസോർട്ട്. സോ ഇതിന് മുമ്പ് നമ്മൾ ചെയ്ത ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ കാണണമെങ്കിൽ അതിന് മുമ്പുള്ള പ്ലേ ലിസ്റ്റിൻ്റെ എന്തായാലും ലിങ്ക് ഞാൻ ഐ ബട്ടണിൽ കൊടുക്കാം. അതേപോലെ തന്നെ വീഡിയോസിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുക്കാം. നല്ലൊരു ട്രിപ്പായിരുന്നു ഗൈസ്. ഇന്ന് നൈറ്റാണ് നമ്മൾ റിട്ടേൺ പോകുന്നത് കോയമ്പത്തൂർക്ക്. നമുക്ക് ഇവിടെ നിന്ന് ഫ്ലൈറ്റ് ഏകദേശം നൈറ്റ് 3 മണിക്കാണ് ഫ്ലൈറ്റ് റിട്ടേൺ ടു കോയമ്പത്തൂർ. സോ നമ്മൾ ഇന്നൊരു ഉച്ചയ്ക്ക് 12 മണിക്ക് മുമ്പായിട്ട് നമ്മളിവിടെ നിന്ന് ചെക്ക് ഔട്ട് ചെയ്തിട്ട് നമ്മളൊരു കാറ് ഹയർ ചെയ്യാനൊരു പ്ലാൻ ഉണ്ട്. ചെയ്തിട്ട് നമ്മളിവിടെ ചെറുതായിട്ടൊന്ന് കറങ്ങി അങ്ങനെ എയർപോർട്ടിൽ പോയിട്ട് നമ്മൾ അങ്ങനെ റിട്ടേൺ പോകാനാണ് ഇപ്പോൾ പ്ലാൻ ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോൾ ഞങ്ങൾ എണിച്ചാൽ എല്ലാവരും ഒന്ന് ഫ്രഷായി ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകാൻ എന്നൊക്കെയാണ്. 10:30 വരെ എന്തോ ഉള്ളൂ എന്നാണ് പറഞ്ഞത് ബ്രേക്ക്ഫാസ്റ്റ്. സോ നമ്മൾ മെയിൻ റിസപ്ഷനിൽ പോയിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പിന്നെ എന്തുണ്ടായെന്ന് വെച്ചാൽ ഇന്നലെ നമ്മൾ ബനാന റൈഡ് മറ്റേ വേറെ പഴയ ഇതിന് മുമ്പുള്ള വീഡിയോസിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും. നമ്മൾ ബനാന റൈഡൊക്കെ ചെയ്യാൻ പോയി. ബനാന റൈഡ് ചെയ്തിട്ട് റിട്ടേൺ വരുന്ന സമയത്ത് നമ്മളെ കടലിലിടും. അപ്പോൾ അങ്ങനെ ഇട്ട സമയത്തെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹീറോ 5-ലാണ് കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ ഹീറോ 7 വാട്ടർ പ്രൂഫാണ്. ബട്ട് എൻ്റെ കയ്യിലുള്ള സൈഡിലുള്ള ബട്ടണിൽ ചെറിയ ഹോൾസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ പ്രസ് ചെയ്തിട്ട്. അതുകൊണ്ട് എന്തുണ്ടായെന്ന് വെച്ചാൽ ഞാൻ ബനാന റൈഡ് ചെയ്തിട്ട് റിട്ടേൺ വന്നിട്ട് നമ്മൾ കടലിൽ തള്ളിയിരുന്ന സമയത്ത് അത് കടലിൽ വീണു. കടൽ ഫുൾ ഉപ്പുവെള്ളമായതുകൊണ്ട് എന്താണെന്നറിയില്ല. പൂളിൽ വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. ബട്ട് കടൽ വെള്ളത്തിലാണ് ആയതുകൊണ്ടാണ് തോന്നുന്നു ക്യാമറ ഓഫായി. പിന്നെ ചാർജൊക്കെ ചെയ്ത് നോക്കി, ബട്ട് ചാർജ് ആവുന്നുണ്ടായിരുന്നില്ല. സോ എനിക്ക് തോന്നുന്നത് 7 കംപ്ലീറ്റ് ആയിട്ട് പോയെന്നാണ് തോന്നുന്നത്. ഇപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹീറോ 5-ലാണ് കേട്ടോ. 2 ഗോപ്രോ കൊണ്ടുവന്നുകൊണ്ട് എന്തുണ്ടായെന്ന് വെച്ചാൽ യൂസായി. എനിക്ക് അറിയില്ല ഈ ക്യാമറ എത്രത്തോളം നിൽക്കുന്നു. കാരണം നമ്മൾ ഓൾറെഡി ഇതിൽ ലൈക്ക് പൂളിൽ നമ്മൾ ഇറങ്ങിയ സമയത്ത് തന്നെ ഗോപ്രോ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എത്രത്തോളം ഫൂട്ടേജ് കറക്റ്റായി വരുന്നറിയില്ല. കാരണം ഇതിൽ ഹീറോ 5-ൽ ബാക്ക് സ്ക്രീൻ വർക്കാവില്ല. സ്ക്രീൻ വർക്കാവാത്തതുകൊണ്ട് എന്തുണ്ടായെന്ന് വെച്ചാൽ നമുക്ക് ഇതിലെ സെറ്റിങ്സ് ഒന്നും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ആദ്യം നമ്മുടെ മൊബൈൽ പെയർ ചെയ്യണമെങ്കിൽ കൂടി നമുക്ക് ആ സ്ക്രീൻ ഉണ്ടെങ്കിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് കുറച്ച് സീനുണ്ട്. ബട്ട് നമുക്ക് നോക്കാം എത്രത്തോളം വരും. ഞാൻ ഫൂട്ടേജസ് അതിനുശേഷം ലാപ്ടോപ്പിലിട്ട് ചെക്ക് ചെയ്ത് നോക്കി. അപ്പോൾ കറക്റ്റായിട്ട് തന്നെയാണ് വരുന്നത്. പക്ഷേ കുറച്ച് ലീനിയർ ആയിരിക്കുന്ന തോന്നുന്നത്. 2.7K തന്നെയാണ് ഇപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ പിള്ളേരൊക്കെ റെഡിയായി. നമ്മളിനി നേരെ പോയി ബ്രേക്ക്ഫാസ്റ്റ്. ഓക്കെ. സോ ഇന്ന് നമുക്ക് ചെറുതായിട്ട് ഗോവയൊക്കെ ഒന്ന് ചുറ്റി കാണാം. ഓക്കെ. അതിന് മുമ്പേ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഇതുപോലെ ട്രാവൽ വീഡിയോസ്, ബൈക്ക് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ മെയിനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യുക. സോ നമുക്ക് പോയിട്ട് ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ ഷെയർ ചെയ്യാം. സോ നമ്മൾ പാക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നല്ല ഇവിടുന്ന് പോവുക, റൂമിൽ നിന്ന് വിടുക. സോ ഇനിയിപ്പോൾ നമ്മൾ റിസപ്ഷനിൽ പോകും. റിസപ്ഷനിൽ പോയിട്ട് നമ്മൾ 2 വണ്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വണ്ടി റിട്ടേൺ ചെയ്യണം. വണ്ടി റിട്ടേൺ ചെയ്തിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഒരു ക്യാബ് എന്തെങ്കിലും എടുത്തിട്ടാണ് നമ്മൾ പോവുക. പെയിൻബോൾ ഇതൊക്കെ ചെയ്യുന്നത് പ്ലാൻ. പോരാമോ ബ്രോ? Can you feel it wrapped around your soul? Given everything, trust me, one lap around the ground, you'll be as tired, you'll be poofed, you'll be exhausted. So, my advice is don't run so much. Okay, don't run. Save your energy, because trust me, you need it. Okay, and the other thing is basically while playing, you're holding the gun like this. Okay, the butt stops resting on your shoulder. Now, while playing, if you fall, you're going to go nose down. The barrel's going to hit the ground. You'll fall on top of the gun. You'll dislocate your arm. It's happened 3 times. Okay, so telling you this is because I want you all to remember. Technically, it's an arm. It is an arm. You can hurt somebody with this. Also, you have the Indian commandos, US Army guys doing their training with exact same device. Nothing different. Same thing. They will be doing their proper training. Maybe their pressure is more, our pressure is a little bit less. Okay. Now, if you see, I am holding the gun. I got my finger away from the trigger. By default, people will hold a gun like this. Do not hold your gun like this. If you pull the finger this much, you will shoot somebody. So keep your finger away from the gun. The next thing, see how I am holding the barrel. I am holding the barrel down.
you feel it wrapped around your soul with no control. You can't breathe when you're drowning underwater. There's so much water. സോ അങ്ങനെ പെയിൻബോൾ ഈ പരിപാടി കഴിഞ്ഞു. വൺ സീൻ കേട്ടോ, വൺ സീൻ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റാമിന ഇല്ല. ഈ ശരിക്കും ഈ മിലിറ്ററി പീപ്പിളൊക്കെ അവരൊക്കെ ചെയ്യുന്നത് പോലെ അവരെയൊക്കെ സമ്മതിക്കണം. കാരണം നമ്മൾ ഈ ചെറിയ ഏരിയയിൽ തന്നെ നമുക്ക് ഓടാനും ലൈക്ക് സ്റ്റാമിനയൊന്നും തീരെ പറ്റത്തില്ല. കാരണം ഫുള്ള് ടയേർഡാവും ആൾ. കാരണം ഈ ഗണ്ണ് തൂക്കിയിട്ട് ഓടുക, അതുപോലെ ഗണ്ണ് അത്യാവശ്യം നല്ല വെയിറ്റുള്ള ഗണ്ണാണ്. അപ്പോൾ അത് തൂക്കിയിട്ട് ഓടണം. അതേപോലെ ഹിറ്റ് അടി കൊണ്ട് നല്ല വേദനയുണ്ട്. ഈ സൈഡ് ഇവിടെ ഒരു മാർക്കൊക്കെ വന്നിട്ടുണ്ട് അടി കൊണ്ടിട്ട്. ഞാൻ എന്തായാലും വീഡിയോസ് കുറച്ച് ഫോണിലാണ് എടുത്തിരിക്കുന്നത്. അതായത് ഇപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതും ഫോണിലാണ്. സോ ഇനിയിപ്പോൾ നമ്മൾ അടുത്ത് ഗോകാർട്ടിങ്ങാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇതിൻ്റെ വീഡിയോസ് എന്തായാലും വേറെ മൊബൈലിലൊക്കെ എത്തുന്നത് സെൻഡ് ചെയ്ത് വാങ്ങിയിട്ട് ഞാൻ ഈ വീഡിയോയിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യാം. സോ നമ്മൾ ഗോകാർട്ടിങ് ട്രാക്കിലെത്തി. ഇവിടെ കോസ്റ്റ് പറയുന്നത് 350 പെർ ഹെഡ്. ഗോകാർട്ടിങ് നമ്മുടെ കേരളത്തിൽ നമ്മൾ തൃശ്ശൂർ ചെയ്തത് 450 ആണ്. ഇപ്പോൾ ഇവിടെ 350 എന്ന് പറഞ്ഞത്. ഇവിടെ അപ്പോൾ നമ്മളിപ്പോൾ വണ്ടി ഓടിക്കാൻ പോകും. നമ്മളിപ്പോൾ ഉള്ളത് ബാഗ ബീച്ചിലാണ്. ബാഗ ബീച്ച് ഇവിടെ പാർട്ടി പോലെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഫുള്ളായിട്ട് സെറ്റ്. നമ്മളിനി ഇവിടെ നിന്ന് ഒരു ഹോട്ടലിൽ പോയി ഫുഡ് കഴിച്ചിട്ട് നമ്മളെ നൈറ്റ് അങ്ങനെ എയർപോർട്ടിൽ നമ്മൾ പോയിട്ട് അവിടെ നിന്ന് റിട്ടേൺ പോകും. ഈ അപ്പോൾ ഫോണിലാണ് ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സൗണ്ട് ക്ലിയർ ആയിട്ട് വരുന്നുണ്ട് എനിക്കറിയില്ല.